ഹായ് ഗൈസ്, എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾ ഹാപ്പിയാണോ? ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പി ആട്ടോ. കാരണം നമ്മുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു ജോലി സെറ്റായിരിക്കുകയാണ്. ചെറുതോ വലുതോ അതെന്തോ ആയിക്കോട്ടെ, ഞാൻ അതെന്തും ചെയ്യാൻ റെഡിയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ ആ ജോലി സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഓറിയൻറ്റേഷൻ ഡേ ആണ്. സോ നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കയ്യിൽ വേറൊന്നുമല്ല, ഇന്ന് സമയം വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് സ്മൂത്തിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. സ്മൂത്തിയും കയ്യിലെടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴത്തേനും അപ്പുറത്തിരുന്നൊരു അമ്മച്ചി എന്നെ നോക്കി നന്നായി ചിരിക്കുന്നു. അങ്ങനെ തിരിച്ച് ഞാനും ഒരു ക്ലോസപ്പ് പുഞ്ചിരിയൊക്കെ പാസ്സാക്കി അങ്ങനെ സൈഡ് സീറ്റിൽ ഞെളിഞ്ഞങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ ട്രാമിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനിലെത്തി കേട്ടോ, ബ്രോഡ് ബീച്ചിലെത്തി. ഇനി നമുക്ക് മെർമെയ്ഡ് ബീച്ച് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്കിനി അപ്പുറത്ത് ചെന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് നമുക്കൊരു ബസ് പിടിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ വിൻ്ററാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ സൂര്യൻ അങ്ങനെ അത്ര വിജിലംബിച്ചൊന്നും വന്നിട്ടില്ല. നമുക്കിവിടെ നിന്നിട്ടാണ് ബസ് കയറേണ്ടത്. പ്ലാറ്റ്ഫോം എയിലാണ് നമുക്ക് പോകേണ്ടത്. പ്ലാറ്റ്ഫോം എയിൽ ചെന്നപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ട് ഞെട്ടിയത്. നമ്മുടെ നാട്ടിലൊക്കെ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഉന്തായി തള്ളായി, ഇവിടെ പിന്നെ അങ്ങനെ ഒന്നുമില്ല. ബസ് കയറാനുള്ളവർ ആ ക്യൂവിൽ അങ്ങ് നിൽക്കും. എല്ലാം ഡിസിപ്ലിൻ ആയിരിക്കും കേട്ടോ. നമുക്ക് പോകാനുള്ളത് ഈ ബസ്സിലാണ്, 700ാമത്തെ ബസ്. അപ്പം കയ്യിൽ ഗോ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വാപ്പ് ചെയ്ത് നമുക്ക് ഇതിനകത്തേക്കും കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ ഉണ്ടല്ലോ, ഭയങ്കര പുള്ളിയാണേ. നമ്മൾ അകത്ത് കയറി നമുക്ക് സീറ്റൊക്കെ കിട്ടിയിരുന്നെങ്കിൽ മാത്രമേ വണ്ടിപ്പുള്ളിക്കാരനെ എടുക്കുകയുള്ളൂ. അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇറങ്ങേണ്ടുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഞാൻ ജോലിക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, ട്രൈക്കറിലാണ് ഞാൻ ജോലിക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ ഞാൻ അകത്തേക്ക് കയറി. ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാഫ് റൂം. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവർ വിളിക്കും, ഓറിയൻറ്റേഷൻ്റെ സമയമാകുമ്പോൾ അവരവിടെ വിളിക്കും. ഓക്കെ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കോൺഫറൻസ് റൂമിലേക്ക് പോകണം. അവിടെയാണ് നമുക്ക് ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഇതെങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളെ ക്ലിനിക്കൽ മാനേജർ നമ്മളെ ആ റൂമിലേക്ക് കൊണ്ടു ചെല്ലുന്നു, നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു. അപ്പോൾ ഓരോ ഫ്ലോറും എന്താണ്, അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ക്ലാസ് എടുത്ത് തരികയാണ്. കൈ എങ്ങനെ കഴുകണം, പിന്നെ അങ്ങനെ PPE കിറ്റ് എങ്ങനെ ഇടണം, എല്ലാം A to Z ആയിട്ടുള്ള കാര്യങ്ങളും നമുക്കിവിടെ പറഞ്ഞു തന്നു കേട്ടോ. അങ്ങനെ കൂട്ടത്തിൽ എനിക്കൊരു ഫയലും എൻ്റെ നെയിം ബാഡ്ജും ഒക്കെ കിട്ടി. ഇവിടെ എനിക്ക് പരിചയമുള്ള ഒരാളെ കിട്ടി കേട്ടോ, വേറെ ആരുമല്ല കേട്ടോ, ശശിനെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ അച്ഛനെയും കണ്ടു, ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ അച്ഛൻ്റെ വഴിക്കും പോയി, ഞാൻ അടുത്ത സെക്ഷനിലും പോയി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ റെസിഡൻസിനെ എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തെ ഫുഡൊക്കെ കഴിച്ചു, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ഓറിയൻറ്റേഷൻ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചിനി വീട്ടിലോട്ട് പോവാം. ഇവിടെ ഇപ്പോൾ സമയം 4 മണിയായി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ബസ് കിട്ടി, നമുക്ക് ബ്രോഡ് ബീച്ചിൽ ഇറങ്ങണം. ബ്രോഡ് ബീച്ചിൽ നിന്ന് നേരെ ട്രാം കയറി നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങണം. ഇന്ന് നമുക്ക് ഇനി അടുത്ത് നമുക്ക് കുറച്ച് ബഡി ഷിപ്സും കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ അതിൽ ഇടാൻ വേണ്ടിയിട്ട് യൂണിഫോമും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ തൽക്കാലത്തേക്കിന് ഇടാനൊരു യൂണിഫോം ഒരു പെയർ തന്നു. പിന്നെ നമ്മുടെ നെയിം, പിന്നെ അതേപോലെ സ്വൈപ്പ് ചെയ്യാനുള്ള കാർഡ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.